ഇത് ബട്ടൺ സ്റ്റാർട്ട്, ഇത് ബട്ടൺ സ്റ്റാർട്ട്, ഇത് വന്നിട്ട് കീ സ്റ്റാർട്ട്. ഓക്കെ. ഇതെങ്ങനെ വരുന്ന പ്രൈസ്? അതിന് കുറച്ച് കമ്മി, 26 27 രൂപ ആ റേഞ്ചിൽ. അത്രേ ഉള്ളൂ. പിന്നെ നല്ല ക്വാളിറ്റി സാധനം കണ്ടില്ലേ, ഇതൊക്കെ ട്രോളി ടൈപ്പ് ട്രോളിങ്. ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കോവായി പവർ സപ്ലൈസിന്റെ അടുത്താണ്. ഇതാ ജനറേറ്റേഴ്സ് സപ്ലൈ ചെയ്യുന്ന ടീമാണ്. ഒരുപാട് വർഷക്കാലമായിട്ട് കോയമ്പത്തൂരിൽ നിന്നും കേരള, തമിഴ്നാട്, കർണാടകയിലേക്കൊക്കെ ഇത്തരത്തിലുള്ള നല്ല എക്സലൻ്റ്, അതുപോലെ തന്നെ അൽഫ, പവർ ഹബ്ബ് എന്നൊക്കെ പറയുന്ന കമ്പനീസിൻ്റെ ജനറേറ്റേഴ്സ് സപ്ലൈ ചെയ്യുന്ന ടീമാണ്. ഇവർ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നാട്ടിൽ പുതുതായിട്ടൊരു ചെറിയ രീതിയിലൊരു വാടക സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടേക്കൊക്കെ ഇങ്ങനെയുള്ള ജനറേറ്റേഴ്സ് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. നല്ല റീസണബിൾ പ്രൈസിന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പേഴ്സണൽ യൂസിനും നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഇവരുടെ സ്റ്റോക്കാണ് കേട്ടോ. അത് മൊത്തം ബാക്കിലൊക്കെ ഉണ്ട്, പുറകിലും ഈ സൈഡിൽ ആ സൈഡിലൊക്കെ ഇവരുടെ സ്റ്റോക്ക് ഗോഡൗൺ വരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോയമ്പത്തൂർ നഞ്ചപ്പ റോഡിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടുത്തെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിന് ഓണർ നമ്മളെ കൂടെ ഉണ്ട്. എന്തൊക്കെയാണ്, സുഖല്ലേ? സുഖം തന്നെ. നിങ്ങളൊക്കെ സുഖം തന്നെ? ഓ സുഖം. സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേരള, കർണാടക, ആൾ ഓവർ ഇന്ത്യ കസ്റ്റമർക്ക് ഈ സമയത്തിന് അന്യ പറയുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു വർഷം മുന്നേ ചെയ്ത വീഡിയോ ആണ്. ഇപ്പൊ പുതുതായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് ഉണ്ടാവും. നമ്മളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കും നമ്മളെ സ്ഥാപനം. നിങ്ങളെ പരിചയപ്പെടുത്തി. സ്ഥാപനം 10-8 കൊല്ലമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. കോയമ്പത്തൂരിൽ ഫ്ലേവറിന്റെ താഴെ, ഗാന്ധിപുരത്ത് ഫ്ലേവറിന്റെ താഴെ, പിന്നെ കോവൈ പവർ സപ്ലൈസ്. അപ്പൊ നമ്മൾ 3 ബ്രാൻഡിലാണ് പ്രൊഡക്റ്റുകൾ ചെയ്യുന്നത്. എക്സലന്റ്, ആൽഫ, പവർ ഹബ്. ഈ 3 ബ്രാൻഡുകളിലാണ് ഇവര് പ്രോഡക്റ്റുകൾ ചെയ്യുന്നത്. ഇത് കസ്റ്റമേഴ്സ് ഒക്കെ നല്ല സാറ്റിസ്ഫൈഡ് അല്ലേ? ഇത് നമ്പർ 1 ആണ്. ഇപ്പൊ ഹോണ്ട എടുക്കുന്നുണ്ട്, ഹോണ്ട റേറ്റ് കൂടുതൽ ഇത് എടുക്കുന്നുണ്ട്. ഇപ്പൊ എക്സലന്റ്, ആൽഫ ഇതൊക്കെ 6 years ആയിട്ട് വരുന്നുണ്ട്. ഇത് മാത്രം പുതിയ പ്രോഡക്റ്റ്. ഇതാണ് പുതിയ പ്രോഡക്റ്റ്. 2 years ആയി. ട്രോളി ടൈപ്പ്, എല്ലാം ട്രോളി ടൈപ്പ്, സെൽഫ് സ്റ്റാർട്ടർ, പെട്രോൾ, പിന്നെ നല്ല ക്വാളിറ്റി സാധനം കണ്ടില്ലേ ഇതൊക്കെ. അപ്പൊ ഇത് മെയിൻ ആയിട്ട് എന്തൊക്കെ പർപ്പസിന് ആളുകൾ എടുക്കുന്നത്? എല്ലാ രീതിയിലും ഇപ്പൊ കൺസ്ട്രക്ഷൻ പർപ്പസ്, വീട്ടില്, കൃഷിക്ക്, കുറെ ആൾക്കാർ, കുറെ എല്ലാ ഇതിനും, വെൽഡിംഗ് പർപ്പസ് എല്ലാത്തിനും ഉണ്ട്. പാലക്കാട് നിന്ന് അവിടെ എവിടെ കണ്ണൂർ വരെ റെന്റൽ പർപ്പസ് അല്ലേ, എല്ലാവരും കുറെ ആൾക്കാർ എടുത്തിട്ടുണ്ട്. 3.5 മോഡൽ പറഞ്ഞാൽ 3000 വാട്ട്സ് കിട്ടും. 3000 വാട്ട്സ് സിംഗിൾ ഫേസ്. അതിൽ ഒരു മോട്ടർ, പിന്നെ ഫാൻ, TV, ഫ്രിഡ്ജ് ഇതൊക്കെ ഇടാം. സെൽഫ് സ്റ്റാർട്ട് ആണ് വരുന്നത് അല്ലേ? ഓക്കെ. ട്രോളി ടൈപ്പ് വലിച്ചിട്ട് പോകാൻ ഈസി ഉണ്ടാവും. ഔട്ട്പുട്ട് ഇപ്പോ 3.5 ആയത് മോഡല്. ഇപ്പൊ 3000 വാട്ട്സ് ഔട്ട് കിട്ടും. രണ്ടിലും ഔട്ട് എടുക്കാം. ഇത് വോൾട്ട് മീറ്റർ. പിന്നെ ഓയിൽ അലർട്ട്. ഇപ്പൊ ഓയിൽ കുറഞ്ഞ സ്റ്റാർട്ട് ആവില്ല, ഓയിൽ അലർട്ട്. പിന്നെ പവറിന്റെ ഇത് സെൽഫ് സ്റ്റാർട്ടർ. നമ്മൾ അടിച്ചാൽ മതി. നമ്മൾ ചോക്ക് ഇട്ടിട്ട് അടിച്ചാൽ മതി, സ്റ്റാർട്ട് ആവും. അതേപോലെ തന്നെ ഇതും. ഇതിന് പിന്നെ ഒരു മണിക്കൂറിലേക്ക് എത്ര ഫ്യൂൽ എഫിഷ്യൻസി എങ്ങനെയാണ്? 1 അവർക്ക് 1 ലിറ്റർ. ഒരു മണിക്കൂറിലേക്ക് 1 ലിറ്റർ പെട്രോൾ ആവശ്യമുണ്ട്. ഇതിൽ നമുക്ക് എന്തൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും? മോട്ടർ, പിന്നെ വന്നിട്ട് ഫാന്, ഫ്രിഡ്ജ്, TV, വീട്ടില് കംപ്ലീറ്റ്. ഇപ്പൊ കട്ടിംഗ് മെഷീന്, കൺസ്ട്രക്ഷന്റെ വേണ്ടി കട്ടിംഗ് മെഷീന്, ഡ്രില്ലിംഗ് മെഷീൻ ഇതൊക്കെ ഇടാം. പവർ ഇത് അതൊക്കെ ഇടാം. പിന്നെ ഇതാണ് ആൽഫ. സെയിം അതേ തന്നെ, സെയിം വാച്ച്, സെയിം ഇത് തന്നെ. പക്ഷേ ഇത് എക്സലന്റ്, ഇത് ആൽഫ. മാത്രമാണ് ഡിഫറൻസ്, കമ്പനി വ്യത്യാസം. അതുപോലെ തന്നെ 3000 വാട്ട്സ് ഔട്ട്പുട്ട്, ഡബിൾ സാക്കറ്റ്. ഇത് ബട്ടൺ സ്റ്റാർട്ട്, ഇത് ബട്ടൺ സ്റ്റാർട്ട്, ഇത് വന്നിട്ട് കീ സ്റ്റാർട്ട്. സൂപ്പർ. എല്ലാത്തിനും ഇത് വലിക്കുന്ന ട്രോളി ടൈപ്പ് ഉണ്ട്. ബാക്കി എല്ലാ ഇതിന്റെ സ്പെക്സും ഇത് 3 സെയിമാ. വേറെ വേറെ കമ്പനി മാത്രം. ഇപ്പൊ ഹോണ്ട മുമ്പൊക്കെ ഹോണ്ട എമഗ വരും. അതുപോലെ തന്നെ ഇപ്പൊ എക്സലന്റ്, ആൽഫ, പവർ അപ്പ് ഇതുപോലെ 5 kV ഉണ്ട്. 5, 7, 10. ഇതൊക്കെ ആൽഫന്റെ സ്റ്റോക്ക് ആണ്. ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട്. കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഡെലിവറി ചെയ്യല്ലേ? കംപ്ലീറ്റ് ഓൾ കേരള ഡെലിവറി ഉണ്ട്. കർണാടകയിലേക്ക് ഇപ്പൊ പ്രോഡക്റ്റ് കേരള കംപ്ലീറ്റ് ട്രാൻസ്പോർട്ട് ഉണ്ട്. പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് അവിടുന്ന് ആസാം ഒരാളെ കോൺടാക്ട് ചെയ്തില്ലേ? പിന്നെ മുംബൈ മഹാരാഷ്ട്ര കൊടുക്കുന്നുണ്ട്. ഇതെന്താണ് ഐറ്റം? ഇത് വന്നിട്ട് 5 kV നമ്മൾ കാണിച്ചില്ലേ? 5 kV വരുന്ന ഐറ്റം ആണ്. 6500 മോഡല്. 6500 മോഡല്. 5500 വാട്ട്സ് ഔട്ട്പുട്ട്. ഇത് സെയിം തന്നെ, സെൽഫ് സ്റ്റാർട്ടർ സ്വിച്ച് ആണ്. അതുപോലെ തന്നെ ഇത് ഇതിന്റെ അടുത്ത് വന്ന് ഇതാണ് 7000. 9500 ഔട്ട്പുട്ട് 7000. റൈറ്റ്.
9500 മോഡൽ 7000 ഔട്ട്പുട്ട്. ഓക്കെ. ഇത് 3 സാക്കറ്റ്, ഇത് പവർ സാക്കറ്റ്, ഇത് രണ്ടും സാധാ സാക്കറ്റ്. ഇത് വന്നിട്ട് അതിൽ തന്നെ വലുത് 10 kV. 10 kV പറയുമ്പോൾ നമ്മൾ 13 kV ഔട്ട്പുട്ട് 10,000 വാട്ട്സ്. 3 ഫേസ് ഉപയോഗിക്കാം, സിംഗിൾ ഫേസ് ഉപയോഗിക്കാം, ഡബിൾ പർപ്പസ്. ഇത് കുറച്ചും കൂടി ഹെവി ഇത് വന്നിട്ട് ഇൻഡസ്ട്രിയൽ പർപ്പസ്. വീട്ടാവശ്യത്തിന് പറ്റില്ല. വീട്ടാവശ്യത്തിന് ചില ആൾക്കാർക്ക് 3 ഫേസ്, തമിഴ്നാട്ടിലൊക്കെ 3 ഫേസ് ലൈൻ ഉണ്ടാവും. അപ്പൊ ഡയറക്റ്റ് 3 ഫേസ് കൊടുക്കാം, AC ഒക്കെ വർക്ക് ചെയ്യും. സിംഗിൾ ഫേസിൽ 3, 5, 7 3 മോഡൽ. ഇത് വന്ന് സിംഗിൾ ഫേസ് പോകും. 10 kV സിംഗിൾ ഫേസ് ഉപയോഗിക്കാം, 3 ഫേസ് ഉപയോഗിക്കാം. പിന്നെ വേറെ ഏതാണുള്ളത്? അതന്നെ സെയിം പവർ അപ്പ് ആൽഫ. പിന്നെ ചീപ്പായിട്ട് വേണമെങ്കിൽ ഇതുപോലത്തെ ഇതാണ് മോഡൽ. ചില കമ്പനി പ്രൈസ് കുറച്ച് കമ്മി, 26, 27 രൂപ ആ റേഞ്ചിൽ. അത്രേ ഉള്ളൂ. അത് മാത്രം. പക്ഷെ ഇത് 2000-3000 കൂടുതലായിട്ടുണ്ടാവും. ബെസ്റ്റ് ക്വാളിറ്റി, 2 കൊല്ലം ഗ്യാരണ്ടി ഉണ്ട്. 1 ഇയർ റീപ്ലേസ്മെന്റ്, 1 ഇയർ ഫ്രീ സർവീസ്. 3000 3 kV. ഇത് വന്നിട്ട് വീട്ടിലെ ആവശ്യത്തിന് ഫ്രിഡ്ജ് ഉപയോഗിക്കാം, TV, പിന്നെ വാഷിംഗ് മെഷീന്, പിന്നെ എല്ലാം ഉപയോഗിക്കും. പിന്നെ ഒന്ന് കൺസ്ട്രക്ഷൻ പർപ്പസ്, വെൽഡിംഗ് 5 kV. ഇതൊന്ന് കട്ടിംഗ് മെഷീന്, പവർ അപ്പ്, ട്രാലി, പിന്നെ വന്ന് മോട്ടർ ഉപയോഗിക്കാം, എല്ലാം ഉപയോഗിക്കാം. 3000 വാട്ട്സ് ഔട്ട്പുട്ട്. രണ്ടിലെടുക്കാം, രണ്ടിലും ഔട്ട്പുട്ട് എടുക്കാം. പിന്നെ വന്ന് 2 കൊല്ലം, 1 കൊല്ലം റീപ്ലേസ്മെന്റ് ഉണ്ട്, 1 കൊല്ലം ഫ്രീ സർവീസ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ബാറ്ററി മാത്രമില്ല, ബാറ്ററി ചില സാധനം ഇല്ല. ഇതൊക്കെ റീപ്ലേസ്മെന്റ് സർവീസ് ഉണ്ട്, 1 വർഷം ഫ്രീ സർവീസ്. ഇത് വന്നിട്ട് പവർ ഇൻഡിക്കേറ്റർ, ഇത് ഓയിൽ അലർട്ട്. അപ്പൊ ഓയിൽ കുറഞ്ഞിന് അലർട്ട് ആവും. പിന്നെ ഫ്യൂൽ എഫിഷ്യൻസി വരുന്നത് 1 hour 1 ലിറ്റർ. 3 kV 5 kV 1 hour 1.25 ലിറ്റേഴ്സ്. പിന്നെ വന്നിട്ട് 7 kV അത് 1.5 ലിറ്റേഴ്സ്. 10 kV 2 ലിറ്റേഴ്സ് പെർ അവർ. പിന്നെ വന്നിട്ട് ഇത് വന്നിട്ട് റെന്റൽ പർപ്പസ്. ഇപ്പോൾ കേരള കുറേ ആൾക്കാരുണ്ട് റെന്റൽ പർപ്പസ് പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നവർക്ക് ഇത് ഭയങ്കര റെന്റൽ കൊടുക്കാൻ ഭയങ്കര അവർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഇപ്പൊ നാട്ടിലൊക്കെ റെന്റൽ പർപ്പസിനൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എടുക്കാനാണ് ഇത് 2 എടുത്താൽ മതി. ഇപ്പൊ ആൽഫ, എക്സലന്റ്, ഇതാ ബെസ്റ്റ് കമ്പനി. ഇതൊക്കെ എടുത്ത് അവർ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും സർവീസിനൊക്കെ. ഇതൊക്കെ എല്ലാ സ്പെയർസ് ഉണ്ട്, സർവീസ് ഫ്രീ എല്ലാം ഫ്രീ ആണ്. അൽഫയും സെയിം സ്പെക്സ് അല്ലേ വരുന്നത്? ഇതിന്റെ ഔട്ടിന്റെ അവിടെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് സർക്യൂട്ട് ബ്രേക്കർ ഓവർലോഡ് ആയ ട്രിപ്പ് ആവും. പിന്നെ വോൾട്ടേജ് വോൾട്ട്മീറ്റർ. പിന്നെ പവർ, പിന്നെ ബാറ്ററി ആണല്ലേ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 years സർവീസ് വരുന്നുണ്ട്. പവർ സെയിം അതേ തന്നെ, ഒരു മാറ്റവും 3000 വാട്ട്സ് ഫുൾ. ഇതിന്റെ ഇവിടെ കണ്ടോ, ഇതിന്റെ ഔട്ട്പുട്ട് റേറ്റ് അത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്പെക്സ് ഒക്കെ 3000 പിന്നെ ഇതിനുള്ള വ്യത്യാസം ഞാൻ കണ്ടത് ഇത് അത് ഒന്ന് ബട്ടൺ സ്റ്റാർട്ട്, ഇത് മാത്രം കീ സ്റ്റാർട്ട് ആണ്. പിന്നെ ഇതൊക്കെ ട്രോളി ടൈപ്പ് ആണ്. നമുക്ക് അവിടെ പിടിക്കാനുള്ള ഇത് വരുന്നുണ്ട് അല്ലേ, സൂട്ട്കേസ് പോലെ ഇതുപോലെ പിടിക്കാനുള്ളത്. ഇത് വലിച്ചിട്ട് അങ്ങനെ പോവാം. ഇതാണ് 5 kV. ഇത് 25 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി. മറ്റേത് എത്ര ലിറ്റർ വരുന്നത്? അത് 15 ലിറ്റേഴ്സ്, 15. മറ്റേ 7 ഇതൊക്കെ 10 ഒക്കെ 25 ലിറ്റേഴ്സ്. ഇത് ഔട്ട്പുട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ. 5.5. ഇത് കണ്ടില്ലേ. പിന്നെ ഇതിന് സെയിം തന്നെ, അതേ തന്നെ. ബട്ടൺ സ്റ്റാർട്ടർ, പവർ യൂണിറ്റ്, ഫ്യൂല്, ഇൻഡിക്കേറ്റർ, സർക്യൂട്ട് ബ്രേക്കർ, ഔട്ട്പുട്ട്. 1.25 ലിറ്റേഴ്സ്, 5 kV. ഇത് വന്നിട്ട് 7 kV 1.5 ലിറ്റേഴ്സ്. 1.5 ലിറ്റർ. 3500 മോഡല്, 7000 ഔട്ട്പുട്ട്. പിന്നെ ടാങ്കിന്റെ കപ്പാസിറ്റി 25 ലിറ്റേഴ്സ്. 10 kV ഔട്ട്പുട്ട്. അതവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്പെക്സ് ഒക്കെ അവിടെ ഉണ്ട്. ഔട്ട്പുട്ട് വരുന്നത് 10 kV ആണ്. അതെ, മാക്സിമം ഔട്ട്പുട്ട് 10.5, 32 ആംപ്സ് ആണ് അല്ലേ. ഇത് വന്നിട്ട് 3 ഫേസ് ഔട്ട്പുട്ട്. 3 ഫേസ് ഔട്ട്പുട്ട് ആക്കിയിട്ട് സിംഗിൾ ഫേസ്. ഇത് ബട്ടൺ ഉണ്ട്, ഇത് തിരിച്ചാൽ മതി. ഇതാകുമ്പോ 3 ഫേസ്, ഇത് പുറത്താക്കിയ സിംഗിൾ ഫേസ്. ഇത് റേറ്റാ, ഇത് വന്നിട്ട് ഇവിടെ കൊടുക്കുക 80,000. ഗ്യാരണ്ടി ഉണ്ട്, 2 വർഷം സർവീസ് ഉണ്ട്. ഇപ്പൊ കുറഞ്ഞ മുമ്പൊക്കെ റേറ്റ് കൂടുതലായിരുന്നു. നമ്മളെ 3000 എങ്ങനെയാ പ്രൈസ്? 3000 ഇപ്പൊ അപ്രോക്സിമേറ്റ് അത് പറയാൻ പറ്റും. എന്തറിയാ റേറ്റ് ഇപ്പോ ഇവിടുത്തെ ഇതുപോലെ കൂടും കുറയും. അതൊരു ഇപ്പോ 32, 33 അന്ത റേഞ്ചിൽ വരും. 5 kV ആകുമ്പോ 53, 54 അന്ത റേഞ്ച് വരും. 7 kV ആകുമ്പോ ഒരു 60, 63 ആ റേഞ്ചിൽ വരും. നമുക്ക് ഗോഡൌൺ ഒന്ന് കാണാം. ബാക്കിലാണോ ഇത്? സർവീസ് ഏരിയ ആണോ? അതെ.
അപ്പോൾ സർവീസ് ഏരിയ പ്ലസ് ഗോഡൗൺ അതിവിടെയാണ് അല്ലേ? ആ ഓക്കെ ഓക്കെ. ഇവിടെ അത്യാവശ്യം സ്റ്റോക്ക് ഇതൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് ഫുള്ള് സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾ ഏത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കിട്ടും. ഇപ്പോൾ 3 കമ്പനി ഉണ്ട്, ആൽഫയും എക്സലന്റും ഓരോ ഏത് വേണമെങ്കിലും എപ്പോഴും കിട്ടും. അൽഫയും എക്സലന്റ് ആണ് ടോപ്പില്ലേ? അതെ, നല്ല ഐറ്റം. പിന്നെ അവിടെ ഒരു ഗോഡൗൺ ഇല്ലേ ആ സൈഡ്? അതെ അതെ, അവിടെയും കൂടി നമുക്ക് കാണാം. ഇത് മൊത്തം കോവായ് പവർ സപ്ലൈസിന്റെ ഗോഡൗൺ ആണ്. പിന്നെ ഒരു ഗോഡൗൺ അത് അവിടെയുണ്ട്. ഇവിടെ മൊത്തം സ്റ്റോക്ക് ആണ് അല്ലേ? അതെ, സൂപ്പർ. എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. എപ്പോഴും കൊടുക്കുന്നുണ്ട്. വാടക സ്റ്റോറിലേക്ക് 2-3 ആവശ്യം ഉണ്ടാവില്ല? അതെ, 2-3 എടുക്കും. കുറെ ആൾക്കാർ ഇപ്പൊ ഇത് വരുന്നുണ്ടല്ലോ, ഫസ്റ്റ് വിനായക ചതുർത്ഥി, അത് ഇപ്പൊ മീലാദ് നബി, അത് കൂടുതലായിട്ട് പോകും. 5-6 എടുക്കും, 2 കൊടുക്കാനില്ല. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പ്രൊഡക്റ്റിന്റെ ചെറിയ കാര്യങ്ങളെ നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളൂ. പ്രൊഡക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ക്ലിയർ ആയിട്ട് കൊടുക്കും. പിന്നെ സർവീസാണ് മെയിൻ നമ്മളുടെ, എപ്പോഴും സർവീസ് കൊടുക്കും. ഇപ്പോൾ ഇവിടുന്ന് കണ്ണൂർ വരെ പോകും. മെക്കാനിക് ഉണ്ട്, 3 മെക്കാനിക് പോയി ചെറിയ ബസ് ഫെയർ മാത്രം കൊടുത്താൽ മതി. ചെറിയ അത്ര കൊടുക്കണ്ട, നിങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല. ചെറിയ എന്തെങ്കിലും ആവശ്യം വന്നാൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഇവിടെ നമ്മുടെ വരില്ലേ സർവീസ്? അതെ 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 അതെ, സർവീസ് ഒക്കെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക, നല്ല കാര്യമാണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ നമ്പറും എല്ലാം താഴ്ത്തു കൊടുക്കാം. മക്കളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നല്ല സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഓക്കെ ഓക്കെ, ശരി. ഓക്കെ.